ഹൈറിച്ചിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇടുവല്ലാന്ന് ഞാൻ വിചാരിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഹൈറിച്ചിനായിട്ട് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ്, അതിലൊരു അംഗം കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താന്ന് വെച്ചാല് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയാൻ കാരണം അതൊരു പക്ക ജെന്യൂൻ കമ്പനി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അതിനോട് കൂട്ടുവയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ തന്നെ ഒരു 5-10 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് മര്യാദയ്ക്കുള്ള ഉത്തരങ്ങൾ കിട്ടിയത്. പിന്നെ അതിനായിട്ട് വാദിക്കാൻ വരുന്ന ആൾക്കാർ എന്താ പറയാ, ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. പിന്നെ അത് ചോദ്യങ്ങൾക്ക് മറു ചോദ്യങ്ങളാണ് കിട്ടുന്നത്, അതായത് ഉത്തരങ്ങൾ കിട്ടുന്നില്ല. പിന്നെ ഇതിന് പൈസ ഇട്ട ആളുകളെ ആയിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാ ആക്കുന്നതെന്ന് വെച്ചാല് ഇതില് എന്താ പറയാ, ഓണർമാരല്ല ഇതിൽ അധികം കളിക്കുന്നത്. ഇതിൽ കളിക്കുന്ന ആരാണ്? ലീഡർമാരാണ് കളിക്കുന്നത്. ലീഡർമാർ എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഇവർ കോടതി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മണി ചെയിൻ ആണ്. ഇത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റും ഇതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും പൈസ റൊട്ടേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണിത്. അതായത് താഴെത്തട്ടുള്ളവരുടെ പൈസ മുകളിൽ തട്ടുള്ളവർ വാങ്ങി 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 ലാസ്റ്റ് ഒരു കാലപരിധി വന്നു കഴിഞ്ഞാൽ ഒറ്റ മുങ്ങല്. പക്ഷെ ഇവർക്ക് പഴച്ചുപോയി, ഇവർ പെട്ടെന്ന് പിടിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് എന്തായി, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഡെയിലി മിറർ എന്ന് പറഞ്ഞ അയാളൊരു വീഡിയോ, അയാൾ ഹൈറിച്ചിൽ കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എനിക്കതിന്റെ ഇതും കിട്ടിയിട്ട് പ്രൂഫും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇയാളെ കമന്റിൽ ഏതോ ഒരു വീഡിയോ ഇട്ടാറ്, അതിൽ ഞാൻ കാണിച്ചു ഇങ്ങനെ. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം പൈസ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ പോയ ആൾക്കാർ എന്ന് വെച്ചാൽ 2 ഇതിലാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. കാരണം ഇത് കമ്പനി ജെന്യൂൻ ആണെന്ന് വിചാരിച്ചിട്ട് ഇന്നും വിശ്വസിക്കുന്ന ആൾക്കാർ, അവരെ ശരിക്കും ബ്രെയിൻ വാഷ്ഡ് ആണ്. ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിലുണ്ടല്ലോ, ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നൊരു സെറ്റപ്പാണ് കേട്ടോ. അപ്പൊ ഇവർ പക്ക പോയിട്ടുണ്ട്, ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് ഒന്നും പറയാനില്ല. പിന്നെ അതേപോലെ തന്നെ ജില്ലാ കോടതിയിൽ ഇവർ പക്ക മണി റോളിങ് ചെയ്യുന്നതെന്ന് കൺഫേം ആക്കിയിട്ട് അവർ വിധി വന്നിട്ടുണ്ട്. ഇപ്പൊ ഹൈക്കോടതിയിൽ എന്തായിരിക്കും വിധി വരിക? ഒന്നും നോക്കണ്ട, അത് തന്നെ വരും വിധി. ഏത് ഹൈക്കോടതിയിൽ വരുന്ന വിധിയും ഇത് ഉടായ്പ് തന്നെയാണെന്നാണ് ഇത് വരിക. വെറുതെ അതിനെപ്പറ്റി സമർത്ഥിച്ചിട്ടോ വാദിച്ചിട്ടോ കാര്യമില്ല. കാരണം എന്താ, ഇവരോട് പക്ക ഒരു ബിസിനസ് പ്ലാൻ എന്താന്ന് ചോദിച്ചോക്കട്ടെ, ബബ്ബ അടിക്കുന്നതാണ്. കാരണം ഇവർ പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള വരുമാനമാണ് കൊടുക്കുന്നത്. വേറെ എന്താ ഉള്ളത്? OTTയിലെ മണ്ണാങ്കട്ടുണ്ട്. പിന്നെ അത് ക്രിപ്റ്റോ കറൻസി ഇതുവരെ ലിസ്റ്റഡ് പോലും അല്ല, ഒരു മൂല്യമില്ലാത്ത സാധനമാണത്. ഇതൊക്കെ ഉണ്ടല്ലോ, ആളുകളെ പറ്റിച്ചിട്ട്, പാവങ്ങളെ പറ്റിച്ചിട്ട് എന്നുവെച്ചാൽ അവർക്ക് വീട്ടിന് കുടുംബക്കാരെ കാണാൻ പോകാൻ പറ്റുന്നില്ല, ഒരു സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ലോൺ എടുത്ത ആൾക്കാരുണ്ട്, അവർക്ക് തിരിച്ചടവിനുള്ള വഴിയില്ല. അങ്ങനെ പല പല ബുദ്ധിമുട്ടുള്ള ആള്. സ്കൂളൊക്കെ തുടങ്ങിയത്, അത് സ്കൂളിന് ഫീസ് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ഇത് ചെലവിനുള്ള പൈസ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. കുറെ കുത്തുവാക്കുകളും കാര്യങ്ങളും കേട്ടിട്ട് എനിക്കറിയാം ഒരുപാട് ആൾക്കാരുണ്ട്, ഒരാളെ ചേർക്കാത്ത ആൾക്കാർ 30 ലക്ഷം ഇട്ടതും 10 ലക്ഷം ഇട്ടതും 5 ലക്ഷം ഇട്ടതും പിന്നെ നല്ലതാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാർ ചേർത്തിയ ആൾക്കാരുണ്ട്. അവർ തെറ്റാണ് മനസ്സിലാക്കിയിട്ട് അവർ എങ്ങനെയെങ്കിലും അവർ ഇട്ട പൈസ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. പിന്നെന്ന് വെച്ചാല് ഈ 2 തരം ആൾക്കാരാണ് ഇതിന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാല് ലീഡർമാരും, പിന്നെ അതേപോലെ കുറച്ച് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ. ഒരു 100 രൂപ ഒരു 1000 രൂപ ഉണ്ടാക്കിയാൽ പോലും അവർ സപ്പോർട്ട് ചെയ്യും. കാരണം അവർക്ക് നഷ്ടമല്ല വന്നത്, ലാഭമാണ്. 900 രൂപ ലാഭമാണ് വന്നത്. പിന്നെ രണ്ടാമത്തെ ആൾക്കാർ, അവർക്ക് ഒരു ചോദ്യത്തിന്മേലാണ് അവർ കുടുങ്ങി കിടക്കുന്നത്. അത് ഞാനും ചോദിച്ച ചോദ്യമായിരുന്നു. ഇതുവരെ നമ്മൾ കേസ് വരുന്നത് വരെ നമുക്ക് പൈസ കിട്ടിയിരുന്നല്ലോ, അപ്പൊ അതെങ്ങനെയാണ് ഇതാവുക എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു മുങ്ങണ്ട ടൈമിന് മുമ്പേ ലോക്കായിപ്പോയി, ED വന്ന് പിടിച്ച് എന്ന് വെച്ചാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ പറയുന്നത് ഇതിനൊക്കെ കേസ് കൊടുത്തത് പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത് സാമൂഹികപരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു തെറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം FIR കൊടുത്തത്. അതിപ്പോ കണ്ണൂരിലായിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, അവിടെ കുറെ ലീഡർമാർക്കെതിരെ കൊടുത്തത് ഇദ്ദേഹം തന്നെയാണ്. പിന്നെ അതിലുള്ളത് അർജുൻ എന്ന് പറയുന്ന ഒരാള്. അർജുൻ ഇതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ ഇടാത്ത ആളൊന്നുമല്ല. അതുകൊണ്ടാണ് പൈസ ഇട്ടത് കൊണ്ടാണ് ഇതിന് കേസ് കൊടുക്കുന്നത്.
പിന്നെന്താ പറയുന്നത്, പിന്നെ XMLA അദ്ദേഹം ഇതിന് ഇപ്പൊ ഒന്നും മിണ്ടുന്നേ ഇല്ല. ഏത് നമ്മളെ തൃശ്ശൂരിലെ MLA ഉണ്ടല്ലോ, XMLA, അദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല, ഇനി മിണ്ടൂല എന്നാണ് സംശയം പറഞ്ഞത്. കാരണം എന്ന് വെച്ചാല് അത്രയും പ്രത്യാഘാതങ്ങൾ ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ ഞാൻ പറയേണ്ടത്, ഇത് എത്ര വായ അടക്കാൻ നോക്കിക്കഴിഞ്ഞാലും എത്ര കളവ് പറഞ്ഞാലും ഇത് സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. പിന്നെ ഞാൻ ഇതിലുള്ള എന്താ പറയാ ഇതിൽ പെടാത്ത ചതിക്കാൻ മനസ്സില്ലാത്ത ആൾക്കാർ, ഇതിൽ കുറെ ആൾക്കാരുണ്ട്. അവരോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, നിങ്ങളെ പൈസ പോയിട്ട് നിങ്ങളെ പൈസ ഇനി കിട്ടാനുണ്ടെങ്കിൽ അതിന്റെ ലാഭമല്ല മുതല് കിട്ടാനുണ്ടെങ്കിൽ അതിനുള്ള വഴി നോക്കട്ട, നിങ്ങൾ തന്നെ തേടി നോക്കിയാൽ മതി. വേറൊരു വഴിയുമില്ല. നിങ്ങൾ കമ്പനി കിട്ടുന്നുള്ളൊരു 100-110% പ്രത്യാശ വേണ്ടേ വേണ്ട. കാരണം ഇവർ ഇതിന്റെ ഇടയ്ക്ക് ഹൈറിച്ച് തുടങ്ങിയ ഹൈറിച്ച് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ വേറൊരു കമ്പനി തുടങ്ങി, അതിൽ നിന്ന് പൈസ കൊടുക്കാന്നെല്ലാം വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ അവിടെ ഇഡിന്റെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഡിന്റെ പണി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിപ്പോ പറയാം, ഇഡിന്റെ ഇതിൽ തന്നെ ലോക്കായിട്ടാണ് ഉള്ളത്. ലോക്കായി, പിന്നെ കോടതിയിൽ നിന്ന് വീണ്ടും ലോക്കായി, പിന്നെ CBIക്ക് ഒന്നും പോവില്ല, ഇതിൽ തന്നെ ചാപ്റ്റർ ക്ലോസ് ആവും. പിന്നെ നിങ്ങൾ ഇതിന്റെ ഈ ഹൈക്കോടതിന്റെ മേലെ സുപ്രീം കോടതി പോയി കഴിഞ്ഞാലും 2 കോടതി എന്നുള്ള വിധി തന്നെ ആയിരിക്കും 3ാമത്തെ കോടതിയിലും വരിക. വേറെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം എന്താ, ഇവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. ഇവർ വാദിക്കുന്നതിലൊന്നും ഒരു കഴമ്പില്ല. ഇപ്പൊ ഞാൻ ഡെയിലി മിററിന്റെ ആ വീഡിയോ ഞാൻ ഇപ്പം കണ്ടിട്ടേ ഉള്ളൂ. അതിന്റെ തന്നെ കാണിക്കുന്നത്, അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് മറ്റേ ഗ്രൂപ്പിൽ, ഹൈറിച്ചിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു കൺവെർസേഷന്. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ചീത്ത പറയുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല. ചീത്ത പറയും. പിന്നെ എല്ലാ മനുഷ്യന്മാരും പല ടൈപ്പിലുള്ള പല മനുഷ്യരും. അപ്പോൾ ചില ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ പ്രതികരണം ഇട്ടിട്ടുണ്ട്, കുറച്ച് വോയിസ് ക്ലിപ്പ്. പിന്നെ അതേപോലെ തന്നെ HR OTTന്റെ കുറച്ച് പ്രൊമോഷൻ വീഡിയോ, കുറച്ച് പരിപാടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാണ്, ഈ കമ്പനി തിരിച്ചു വരില്ല. എനിക്ക് ഇതിനെപ്പറ്റി വീഡിയോ അധികം ഇടാനൊന്നും താല്പര്യമില്ല. കാരണം എന്താ പറയാ, എനിക്ക് ഇതിന്റെ കള്ളി വെളിച്ചത്തായിട്ടുണ്ട്, എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ട്. നമുക്കൊരു മനുഷ്യന്മാർ തെറ്റിൽ നിന്ന് പിന്തിരിയണം. തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീണ്ടും അതിൽ തന്നെ കടിച്ചു തൂങ്ങാന്ന് പറഞ്ഞതുണ്ടല്ലോ, അത് മണ്ടത്തരാണ്. അത് മണ്ടത്തരം എന്നല്ല, അത് ആൾക്കാരെ പൊട്ടം കളിപ്പിക്കാണ്. എന്തായാലും വരാനുള്ളത് വഴി തങ്ങൂല. ആരൊക്കെ ഉപ്പ് തിന്നിട്ടുണ്ടോ അവരെല്ലാം വെള്ളം കുടിക്കും. ഓക്കെ, ബൈ.